നിർണായകമാകും. ആർക്ക് ദ്രോഹം ചെയ്യും എന്ന കാര്യമൊക്കെ കാത്തിരുന്ന് കാണണം. കാരണം ആരുടെ വോട്ടാണ് അൻവറിന്റെ സ്ഥാനാർത്ഥി കുറച്ച് വോട്ടുകൾ പിടിക്കുകയാണെങ്കിൽ അത് നേടിയെടുക്കുക, അത് ആർക്ക് വിനയാകുമെന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും. നമുക്ക് MG മിഥുനിലേക്ക് കൂടി ഒന്ന് പോകണം അല്ലേ? അതെ, മിഥുൻ, ഗുഡ് മോർണിംഗ്. മിഥുൻ, ഈ ചേലക്കര ഇന്നലെ രാത്രി മുതൽ ഇന്ന് വെളുപ്പിനെ വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തുടർ നടപടികൾ, ഇന്നലെ അൻവറിന്റെ നീക്കങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നത്തെ ഒരു നീക്കം എന്താണ്? അത് തെരഞ്ഞെടുപ്പ് പോളിംഗ് രംഗത്തേക്ക് ഏത് തരത്തിൽ പ്രതിഫലിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്? കാരണം നമ്മൾ ചേലക്കരയിൽ അവസാന നിമിഷം വന്നപ്പോൾ ചില സംഘർഷ സാധ്യതകൾ പോലും മുന്നിൽ കാണേണ്ടതുണ്ടല്ലോ. മിഥുൻ, എന്താണ് അവിടുത്തെ സാഹചര്യം? രഞ്ജിത്ത്, സൈത്ത്, ഗുഡ് മോർണിംഗ്. എന്തായാലും നമുക്കറിയാം, കഴിഞ്ഞ ദിവസം അൻവറിന്റെ ഒരു വലിയ ഷോ തന്നെയായിരുന്നു ചേലക്കരയിൽ ഉണ്ടായിരുന്നത്. അതായത് നിശബ്ദ പ്രചരണത്തിൽ വാർത്താസമ്മേളനം നടത്താൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ട് പോലും തന്നെ, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എത്തി നിർദ്ദേശം നൽകിയിട്ട് പോലും തന്നെ അതൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് അതിന് വഴങ്ങാതെ വാർത്താസമ്മേളനം തുടരുകയായിരുന്നു ചെയ്തത്. അതിനുശേഷമാണ് തുടർ നടപടികളിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കുകയും ചെയ്തത്. രാത്രിയോടുകൂടി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അതായത് തുടർ നടപടികൾ വരുന്നു. അതായത് അൻവറിനെതിരെ കേസെടുക്കാമെന്നുള്ള നിർദ്ദേശം നൽകുന്നു. തുടർന്നാണ് PV അൻവറിനെതിരെ FIR ഇടാൻ നിർദ്ദേശം തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ റിട്ടേണിംഗ് ഓഫീസർക്ക് നൽകുന്നത്. അതുമായി ബന്ധപ്പെട്ട് കേസെടുക്കാനുള്ള നിർദ്ദേശം നൽകുന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റം ലംഘിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ ഒരു നടപടി ഉണ്ടായത്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഇന്നലെ എത്തിയ വിവേകിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അത്തരത്തിലുള്ളൊരു അടിയന്തര നടപടി സ്വീകരിക്കാൻ തയ്യാറാകുകയും ചെയ്തത്. എന്തായാലും ഇന്ന് ആക്ട് 172 പ്രകാരം അൻവറിനെതിരെ കേസെടുക്കും. 2.5 വർഷത്തോളം തടവ് ശിക്ഷ ലഭിക്കാവുന്ന തരത്തിലുള്ള കുറ്റം ചുമത്തിക്കൊണ്ടാണ് അൻവറിനെതിരെ ഇപ്പോൾ കേസെടുക്കാൻ നീക്കം നടത്തുന്നത്. എന്തായാലും ഇന്നോടുകൂടി FIR രേഖപ്പെടുത്തും. അൻവറിന്റെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടതായിട്ടുള്ളത്. എന്തായാലും ഇതിനെ വലിയ രീതിയിൽ ഈ ചേലക്കരയിൽ അത് ഒരു വലിയ രീതിയിൽ സ്വാധീനം ഉറപ്പിക്കാം. അതായത് ഇന്ന് പോളിംഗ് സ്റ്റേഷനുകളിൽ ജനങ്ങൾ പോകുമ്പോൾ തന്റെ പേര് ഒരിക്കൽ കൂടി അവരുടെ മുഖത്തേക്ക് ഓർമ്മ വരണം. അതിനുവേണ്ടിയുള്ള ഒരു കൃത്യമായ പ്ലാനിങ്ങോട് കൂടി തന്നെയായിരുന്നു അൻവർ ഇന്നലെ വാർത്താസമ്മേളനം നടത്തുകയും ചെയ്തത്. എന്തായാലും ഇലക്ഷന്റെ ചട്ടപ്രകാരം, അതായത് ഇലക്ഷൻ ബ്രോഡ്കാസ്റ്റിംഗ് നടത്താൻ പാടില്ല എന്നുള്ള നിയമമുണ്ട്. അത് നമ്മോട് കഴിഞ്ഞ ദിവസം ടിക്കാറാം മീണ അടക്കമുള്ള ആളുകൾ തന്നെ വ്യക്തമാക്കുകയും ചെയ്തതാണ്. ആ നിയമം ലംഘിച്ചത് കൊണ്ട് തന്നെ കൃത്യമായ നടപടി അൻവറിനെതിരെ ഉയർന്നു വരും. കേസെടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യും. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഗുരുകുലം സ്കൂളിലാണ്, വിദ്യാസാഗർ ഗുരുകുലം സ്കൂളിലാണ്. ഇവിടെയാണ് LDF സ്ഥാനാർത്ഥി UR പ്രദീപിന് വോട്ട് രേഖപ്പെടുത്തുന്നത്. 25-ാം നമ്പർ ബൂത്തിലാണ്. ഇവിടെ ഇപ്പോൾ മോക്ക് ട്രയലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 7 തവണ വീതം ഓരോ സ്ഥാനാർത്ഥികളുടെയും വോട്ട് രേഖപ്പെടുത്തി നോക്കി കൃത്യമായി അത് പരിശോധിച്ച് ഏതെങ്കിലും തരത്തിൽ പാലിച്ചുകൊണ്ടോ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ നമുക്കറിയാം, ഈ ഒരു ഇടം എന്ന് പറയുന്നത് ഈ പറയുന്ന ദേശമംഗലം പഞ്ചായത്തിലാണ് ഈ ഒരു 25-ാം ബൂത്ത് വിദ്യാസാഗർ സ്കൂളുള്ളത്. ഈ മേഖലയിൽ കൂടുതൽ ന്യൂനപക്ഷ വോട്ടുകളുള്ള ഒരു മേഖല കൂടിയാണ് ഈ ദേശമംഗലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ 3 മുന്നണികളും ആദ്യം മുതൽ തന്നെ വലിയ രീതിയിൽ പ്രചരണം നടത്തിയതാണ്. മുഖ്യമന്ത്രി 2 തവണ ഈ ദേശമംഗലം പഞ്ചായത്തിൽ തന്നെ പര്യടനത്തിലെത്തിയിരുന്നു. കൃത്യമായ രീതിയിൽ ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്തുന്നതിന് വേണ്ടിയുള്ള ചില പരാമർശങ്ങളും പ്രസംഗത്തിൽ അദ്ദേഹം ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. വർഗീയ പ്രീണനം നടത്തി മുന്നോട്ട് പോകുന്ന പാർട്ടികളെ തിരിച്ചറിയണമെന്നടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്ന കാര്യം നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇവിടെ നമുക്കറിയാം, ഈ കാണുന്ന ഈ ബൂത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 800 വോട്ടുകൾ മാത്രമാണ് പോൾ ചെയ്തത്. 800 വോട്ടുകളിൽ 400 വോട്ടുകൾ LDFിനൊപ്പം ഇവിടെ ആണ്. ബാക്കി 400 വോട്ടുകളാണ് മറ്റ് 2 പാർട്ടികൾക്കും ലഭ്യമാവുകയും ചെയ്ത്. ഒപ്പം തന്നെ അതിനു മുമ്പിലത്തെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകളിലേക്ക് വരുമ്പോൾ അന്ന് ആകെ 1000 വോട്ടുകൾ മാത്രമാണ് ഇവിടെ ഈ ഒരു ബൂത്തിൽ പോൾ ചെയ്തത്. ആ 1000 വോട്ടുകളിലും ഭൂരിഭാഗം വോട്ടുകളും കെ രാധാകൃഷ്ണൻ അനുകൂലമായി തന്നെ പോകുന്ന ഒരു കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയോടു കൂടിയാണ് LDF സ്ഥാനാർത്ഥി UR പ്രദീപ് ഇനി ഇവിടെ കൂടുതൽ വോട്ട് നേടാൻ സാധിക്കും. ഒപ്പം തന്നെ ദേശമംഗലം പഞ്ചായത്ത് അദ്ദേഹത്തിന്റെ വീട് നിൽക്കുന്ന, അദ്ദേഹത്തിന്റെ ജനിച്ചു വളർന്നിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാനാകുന്നുള്ള പ്രതീക്ഷ LDF സ്ഥാനാർത്ഥിക്കുണ്ട്. 7 മണിക്കാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താൻ എത്തുക. പോളിംഗ് സമയം ആരംഭിച്ചാൽ ഉടൻ തന്നെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു പോലീസ് സ്റ്റേഷന് ഏകദേശം ഒരു 100 മീറ്റർ അകലെ മാത്രമാണ് അദ്ദേഹത്തിന്റെ വീട് നിൽക്കുന്നത്. അവിടെ നിന്ന് പ്രവർത്തകരോടൊപ്പം ഇവിടേക്ക് എത്തി പോൾ ചെയ്യാൻ വേണ്ടി അദ്ദേഹം എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയോടുകൂടി LDF സ്ഥാനാർത്ഥി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അതേസമയം നേരത്തെ അരുണൊക്കെ സൂചിപ്പിച്ചപ്പോൾ തന്നെ മുൻപൊന്നും കാണാത്ത തരത്തിൽ 28 വർഷത്തിന് ശേഷമാണ് ഇത്രയും വലിയൊരു ആവേശം ചേലക്കരയിൽ അലയടിക്കുന്നത്. കാരണം കോൺഗ്രസ് കൃത്യമായ രീതിയിൽ താഴെത്തട്ടിൽ അടക്കം ചിട്ടയായ പ്രവർത്തനം നടത്താൻ സാധിച്ചു. അത് ഇത്തവണ അനുകൂലമായി മാറും. അത് ന്യൂനപക്ഷ വോട്ടുകളിലടക്കം വലിയ ഭിന്നിപ്പുണ്ടാക്കി അത് തങ്ങൾക്ക് അനുകൂലമായി മാറുമെന്നുള്ള ഒരു പ്രതീക്ഷ UDF ക്യാമ്പിനുണ്ട്. അതേ ആത്മവിശ്വാസം കഴിഞ്ഞ ദിവസം രമ്യ ഹരിദാസും പ്രകടമാക്കുകയും ചെയ്തിരുന്നു. ഭൂരിപക്ഷത്തെക്കുറിച്ച് പറയുന്നില്ല, പക്ഷേ ഇത്തവണ വിജയിച്ചു കയറും. ഈ ബാലികേറ മലയല്ല
ചേലക്കര എന്ന് തെളിയിച്ചു കൊടുക്കും. ആലത്തൂരിൽ 2019 പാട്ടുംപാടി വിജയിച്ചതുപോലെ ഇത്തവണ പാട്ട് പാടുന്നില്ല എങ്കിൽ പോലും തന്നെ ഇത്തവണ വിജയിച്ചു കയറാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് വെക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യം കാണുന്നതിന്റെ മോക്ക് ട്രയലിംഗ് ആണ്. 7 മണിയോടുകൂടി ഇതിന്റെ ആരംഭിക്കും. ഒപ്പം തന്നെ 2,13,103 പേരാണ് ഇത്തവണ പോൾ ചെയ്യാനെത്തുന്നത്. ഈ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഏകദേശം 10,000-ലധികം യുവ വോട്ടർമാർ ഇത്തവണ പോൾ രേഖപ്പെടുത്താനെത്തും. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 77.71% പോളിംഗ് ശതമാനമെങ്കിൽ ഇത്തവണ അതിൽ കൂടുമോ, അതല്ല എങ്കിൽ അതിൽ താഴേക്കാണോ പോകുന്നതൊക്കെ നമുക്ക് കണ്ടറിയാൻ കാണണം. കാരണം വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന, നേരത്തെ സൈത്ത് പറഞ്ഞതുപോലെ പാലക്കാടും വയനാടും നമുക്ക് അങ്ങനെ ഒരു ശക്തമായ പോരാട്ടം എന്ന് പറയാൻ സാധിക്കില്ല. അവിടെ ചില സൂചനകളുണ്ട്. അത് നമുക്ക് സാധാരണ മാധ്യമ പ്രവർത്തകർക്കായാലും സാധാരണക്കാർക്കായാലും ഒക്കെ മനസ്സിലാകുന്ന ചില സൂചനകളുണ്ട്. പക്ഷേ ചേലക്കരയിൽ അങ്ങനെയല്ല കാര്യങ്ങൾ. ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് ചേലക്കര എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ ഒരുപാട് ഘടകങ്ങളുണ്ട്. നേരത്തെ മിഥുൻ പറഞ്ഞ ആ 10,000-ഓളം പുതിയ വോട്ടർമാരുടെ സാന്നിധ്യം, അവരുടെ മനസ്സും പ്രധാനമാണ്. നേരത്തെ പറഞ്ഞ പോലെ അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5,000 വോട്ടിന്റെ വ്യത്യാസം, അല്ലെ, 5,000 വോട്ടിന്റെ വ്യത്യാസമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷത്തിൽ ഉണ്ടായിരുന്നത്. അത് 39,000-ൽ താഴ്ന്ന് ഈ 4,000-ലേക്ക് അല്ലെങ്കിൽ 5,000-ലേക്ക് വരിക എന്ന് പറയുന്നത്